രാജ്യത്തിന്റെ വികസനത്തെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. പുതിയ GST നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അപ്പോൾ അതിന്റെ ഗുണം സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ ലഭിക്കും. നാളെ നവരാത്രി തുടങ്ങുന്ന ദിവസം തന്നെയാണ് പുതിയ GST നിരക്ക് കൂടി പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ അത് ആളുകൾക്ക് അതിന്റെ ഗുണം ലഭിക്കും എന്നാണ് പറയുന്നത്. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. സുമോദ്, എന്താണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്? നാളെ GST പരിഷ്കരണം നിലവിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. മാത്രമല്ല, ഇത്തരത്തിൽ വില കുറയും എന്നുള്ള, നികുതി കുറയും എന്നുള്ളൊരു പ്രഖ്യാപനം ഓഗസ്റ്റ് 15 തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ചെങ്കോട്ട പ്രസംഗത്തിൽ നടത്തിയിരുന്നു. പക്ഷേ ഇത് ഏതൊക്കെ വസ്തുക്കൾക്കാണ് ഇത് വില കുറയുന്നത് എന്നുള്ളൊരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ആണ് അദ്ദേഹം ഇപ്പം നടത്തിയത്. അതായത് 99% വസ്തുക്കളും 5% എന്നുള്ള ഒരു നികുതിയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ബ്രെഡ്, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ നാളെ മുതൽ വില കുറയും. നവരാത്രി ദിവസം നാളെ മുതൽ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ആ ദിവസം തന്നെയാണ് പ്രധാനപ്പെട്ട ഈ നികുതി പരിഷ്കരണം രാജ്യത്ത് വരുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഒരു 2.5 ലക്ഷം കോടി രൂപയുടെ ലാഭമായിരിക്കും ഇന്ത്യക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ നിത്യേന ഇടപെടുന്ന ഏത് വസ്തുക്കളുമായിട്ടും ഇപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഹോട്ടൽ മുറിയെടുക്കുമ്പോൾ ആ മുറികൾക്ക് ജിം തുടങ്ങിയ എല്ലായിടത്തും ഇത്തരത്തിലുള്ള നികുതി കുറയുന്നത് കൊണ്ടുള്ള ഒരു നേട്ടം ജനങ്ങൾക്കുണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആക്ഷേപത്തെ അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട്. അതായത് സംസ്ഥാനങ്ങളുമായി, കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ടെല്ലാം ചർച്ച ചെയ്തതിനു ശേഷം മാത്രമാണ് ഇക്കാര്യങ്ങൾ നടപ്പാക്കിയത് എന്നുള്ളൊരു കാര്യം പറയുന്നു. നേരത്തെ സംസ്ഥാനങ്ങൾ അവരുടെ ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അവരുടെ നികുതി വരുമാനത്തിൽ വലിയ തരത്തിലുള്ള കുറവ് ഉണ്ടാകാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. ആ തരത്തിലുള്ള ഒരു ഉറപ്പും സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നില്ല. കാര്യം നേരത്തെ GST പരിഷ്കരണം നടപ്പാക്കി കഴിഞ്ഞപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന നികുതി കുറവ് പരിഹരിക്കാൻ വേണ്ടി 5 വർഷത്തേക്ക് വലിയ തരത്തിലുള്ള തുക തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരുന്നത്. ആ തരത്തിലുള്ള ഒരു തുക നൽകുന്നതിനെ കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചിട്ടില്ല. കേരളം, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള ഒരു കുറവ് വരുമ്പോൾ സ്വാഭാവികമായും നഷ്ടം നികത്താനായി കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കണം എന്നായിരുന്നു. ആ തരത്തിലുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ സ്വദേശി ഉൽപ്പന്നങ്ങൾ പരമാവധി ഉപയോഗിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. മാത്രമല്ല, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിലെത്തുന്നത് രാജ്യത്തിന്റെ കുതിപ്പിന് വളരെയധികം സഹായിക്കും. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, 99% ഉൽപ്പന്നങ്ങളും 5% നികുതി സ്ലാബിലാണ് പെടുത്തിയിരിക്കുന്നത്. നാളെ മുതൽ 2 നികുതി സ്ലാബ് മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. 5, 18 ഈ 2 സ്ലാബുകളാണ് ഉണ്ടാകുന്നത്. 12, 28 എന്നീ സ്ലാബുകൾ ഒഴിവാക്കി എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, മധ്യവർഗത്തിന്, ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക്, സ്ത്രീകൾക്ക്, ഇതേപോലെ തന്നെ മറ്റ് എല്ലാ തരത്തിലുള്ള മധ്യവർഗം ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തരത്തിലുള്ള നേട്ടമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നു. മാത്രമല്ല, 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കി. അത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് കേരളം ഉൾപ്പെടെ വലിയ പരാതി ഉന്നയിക്കുമ്പോൾ, ആശങ്കപ്പെടുമ്പോൾ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. സംസ്ഥാനങ്ങളുടെ വികസനത്തെ ഈ GST പരിഷ്കരണം അത് വലിയ രീതിയിൽ സഹായിക്കും എന്നല്ലേ പ്രധാനമന്ത്രി പറയുന്നത്? പ്രധാനമന്ത്രിയുടെ അവകാശവാദം സംസ്ഥാനങ്ങളുടെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് എതിരാണ്. അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും സംസ്ഥാനങ്ങൾക്ക് വലിയ തരത്തിലുള്ള നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, നികുതി വരുമാനത്തിൽ വലിയധികം കുതിപ്പുണ്ടാകും. പുറമേ നിന്നുള്ള നിക്ഷേപങ്ങൾ ഇരട്ടിയാകും. മാർക്കറ്റിൽ കൂടുതൽ ആളുകൾ പണം ചെലവഴിക്കുന്നത് വർദ്ധിക്കും. ആ തരത്തിലേക്ക് വരുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പക്ഷേ 8 സംസ്ഥാനങ്ങളാണ്, അവിടുത്തെ 8 സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരാണ് ഈ ഡൽഹിയിൽ യോഗം ചേരുകയും കർണാടകത്തിലെ റവന്യൂ മന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യങ്ങൾ വിശദമായി സംസാരിക്കുകയും ചെയ്തതാണ്. കാര്യം ഈ GST നടപ്പിലാക്കിയില്ലെങ്കിൽ, പഴയ രീതിയിലുള്ള ഒരു നികുതി സമ്പ്രദായമാണ് നടപ്പിലാക്കിയിരുന്നെങ്കിൽ കേരളത്തിന് പോലും ഇതിനേക്കാൾ വലിയ തരത്തിലുള്ള കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ലഭിക്കാൻ പോയിരുന്നത്. പക്ഷെ ആ തരത്തിലുള്ള നികുതി നഷ്ടമായിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് അവർക്ക് ക്ഷേമ പെൻഷൻ നൽകാനും സാലറി നൽകാനും
നൽകാനും അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്നു. മാത്രമല്ല ഈ നികുതി വരുമാനത്തിന്റെ ഒരു 95% തുക കേരളത്തിന് ചെലവഴിക്കേണ്ടി വരുന്നത് ശമ്പളവും പെൻഷനും നൽകാൻ തന്നെയാണ്. അതുകൊണ്ട് മറ്റു വികസന പദ്ധതികൾക്കുള്ള പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടിയുള്ള സഹായം ആവശ്യമുണ്ട്. ഈ തരത്തിലുള്ള സഹായം കേന്ദ്രത്തിൽ നിന്ന് വേണം എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു നിരന്തരം കേരളം ആവശ്യപ്പെട്ടിരുന്നത്. ഇതുകൂടാതെ കടമെടുക്കാനുള്ള പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഇരട്ടി ദുഃഖമാണ്, ഇരട്ടി ദുരിതമാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു സഹായവും നൽകുന്ന ഒരു സൂചന പോലുമില്ലാതെ ഇന്ത്യ മൊത്തം വളരാൻ പോവുകയാണ്, വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പോവുകയാണ് എന്നുള്ള അവകാശവാദമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നടത്തിയ പ്രഖ്യാപനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്തെ മധ്യവർഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു പരിഷ്കരണം എന്നതുകൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിലില്ലേ? മധ്യവർഗത്തിന്റെ ഒരു വാങ്ങൽ ശേഷി വലിയ തരത്തിലുള്ള വർദ്ധിക്കുകയാണ്. അത് സ്വാഭാവികമായും ഇന്ത്യൻ കമ്പോളങ്ങളിൽ ഇടപെടുന്ന കൂടുതൽ പർച്ചേസ് പവർ മധ്യവർഗത്തിന് കിട്ടുകയാണ്. ഈ പർച്ചേസ് പവർ മധ്യവർഗത്തിന് കിട്ടുകയും കൂടുതൽ അവരുടെ തുക, അവരുടെ പോക്കറ്റിൽ നിന്ന് കൂടുതൽ തുക മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ ഇത് വിപണിയെ മൊത്തത്തിൽ ഉടച്ചു പാർക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇപ്പോൾ തന്നെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്, 3ാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു നികുതി ഭാരം, നികുതിയിൽ നിന്നും, വലിയ നികുതിയിൽ നിന്നും ഒരു മോചനം ഉണ്ടായിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, നേരത്തെ ഡെഡ് എക്കോണമി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ എക്കോണമിയെയും റഷ്യയെയും പ്രഖ്യാപിച്ചിരുന്നത്. മാത്രമല്ല, ഈ നികുതി വലിയ തരത്തിൽ കൂട്ടിക്കൊണ്ട് നികുതി കൊണ്ട് ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളൊരു കാര്യത്തിന് ആ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ നികുതി ഭാരം ഒഴിവാക്കുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. മാത്രമല്ല, ഒരു രാജ്യം ഒരു നികുതി എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ ഒരു ഡൽഹിയിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ ഹൈദരാബാദിലേക്ക് ഒരു ഉൽപ്പന്നങ്ങൾ, ഒരു ചരക്ക് എത്തിക്കണമെങ്കിൽ എത്ര ചെക്ക് പോസ്റ്റ് ഉണ്ടാകുമായിരുന്നു, എത്ര സ്ഥലത്ത് നികുതി നൽകേണ്ടി വരുമായിരുന്നു. പ്രത്യേകിച്ച് കേരളം പോലത്തെ സ്ഥലങ്ങളിലേക്ക്, ഉപഭോക്തൃ സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു നികുതിയായിരുന്നു ഈടാക്കിക്കൊണ്ടിരുന്നത്. ആ തരത്തിലുള്ള നികുതിയുടെ ഒരു ഭീകരത ഇല്ലാതാകുകയാണ്. നാളെ മുതൽ ആ തരത്തിലുള്ള എല്ലാവിധ നികുതികളും ഒഴിവാക്കിക്കൊണ്ട് ഒരു 99% വസ്തുക്കൾക്കും 5% എന്ന തരത്തിലേക്ക് ലളിതമായ നികുതി ഏർപ്പെടുത്തുന്നതോടുകൂടി ഈ മധ്യവർഗം, ദരിദ്രർ, യുവാക്കൾ, യുവതി യുവാക്കൾ എന്നിവർക്കെല്ലാം വലിയ തരത്തിലുള്ള ഒരു പർച്ചേസ് പവർ ഉണ്ടാകുകയും രാജ്യം പുതിയ കുതിപ്പിന് കാരണമാകുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അറിയിക്കുന്നത്. മധ്യവർഗം ഇന്ത്യയുടെ വികസനത്തിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മധ്യവർഗത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളുടെയും വില നാളെ മുതൽ കുറയുകയാണ്. ജനങ്ങളുടെ ആഗ്രഹം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സർക്കാരിന്റെ ഈ തീരുമാനമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം കൃത്യം 20 മിനിറ്റാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അതിൽ GST നാളെ മുതൽ വരുന്ന മാറ്റം, GSTയിൽ ഉണ്ടാകുന്ന മാറ്റം സംബന്ധിച്ച് തന്നെയാണ് അദ്ദേഹം ഏറെക്കുറെയും സൂചിപ്പിക്കുകയും ചെയ്തത്.